ഗൈസ് വെൽക്കം ബാക്ക് ടു ടെക് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് പ്രൊജക്റ്റ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ മഹേന്ദ്രജിത്ത്. അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, മഹീസ് ഫൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അതിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതന്നെ @മഹീസ് ഫൺ 2898. അപ്പോൾ എല്ലാവരും ആ ഗെയിം പ്ലേ കാണണം. അപ്പോൾ ഗൈസ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ലോഡാവാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ ഗാരേജിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ലോഡായി. ഓൺലൈനാണ്, എൻ്റെ അനിയനും കൂടി ഉണ്ട്. അപ്പോൾ ആഡ് ഉണ്ട്, ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ മറ്റേ റൂം എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയൻ പറയുന്ന റൂമാണ് എടുത്തത് ഞാൻ. അപ്പോൾ റൂം എടുത്തിട്ട് നിങ്ങൾ കളി കാണുക. ഗൈസ് അപ്പോൾ ലോഡായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ അനിയനും കൂടി ഉണ്ട്. അപ്പോൾ അവൻ ഇനി സംസാരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും വന്നിട്ടുണ്ട് കളിക്കാൻ. അപ്പോൾ നമ്മളാ പ്രണത് മയൂകണ്ണെ ഭയങ്കര ഇതാണ്. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് സീന് ഗെയിമാണ്. അപ്പോൾ ഞാനവിടുന്ന് വൈറ്റ് കാറാണ് ഞാൻ. അപ്പോൾ ഈ നമ്മളെ പ്രണത് ഓടിയുന്നത് ആയിട്ട് നമ്മൾ പ്രണത് സംസാരിക്കും. അപ്പോൾ നമ്മളെ പ്രണത് അടുത്തതായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഡ്രൈവിങ് ഭയങ്കര ഇതാണ്. അപ്പോൾ അവന് ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മളെ അണ്ണെ ഭയങ്കര ഇതാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇത് കിട്ടുന്നില്ല. ഡ്രിഫ്റ്റെല്ലാം ഞാൻ വടിച്ച് പരത്. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ നേരത്ത് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് എൻ്റെ അനിയൻ ബാക്കിൽ വരാനുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവണില്ല ഏതാ വഴിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണ നേരമാണിത്. അപ്പോൾ ഓക്കെ, ഞാനപ്പോൾ കുറച്ച് തിരിച്ചിട്ടുണ്ട്, അത് അവന് കാണാനാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്കിഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് സ്കിഡല്ല, ഡ്രിഫ്റ്റ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലുള്ളത് നമ്മളെ അണ്ണൻ ഇത് ഡ്രിഫ്റ്റിലാക്കി. അതുകൊണ്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകലാണ്. നമ്മളെ പ്രണത്താണ് ഇപ്പോൾ മുംബൈയിലുള്ളത്. അപ്പോൾ അവന് മണിയുണ്ട്, എന്നിട്ട് അവൻ വിഷയാക്കാണ്ട് പോവുക ചെയ്തത്. എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ഞാൻ മുംബൈയിലെത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ടാൾ ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാൾ അടിപൊളി കാറാണ്. നിങ്ങളെന്തായാലും ഗെയിം കളിക്കണം. അപ്പോൾ പ്രണതിന് എടുക്കാം. അപ്പോൾ
അവൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ നിർത്താൻ പറയുന്നുണ്ട് അവനോട്. എന്തിനാന്നറിയില്ല. അവൻ എൻ്റെ താഴത്തെ നിയോൺ ലൈറ്റ് കാണിച്ചു കൊടുക്കാനാണ് എനിക്കും തോന്നുന്നു. അപ്പോൾ ഞാൻ അവന് കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ മേലത്തെ സ്റ്റിക്കർ ഞാൻ കണ്ടിരി. അപ്പോൾ ഞാൻ അറിഞ്ഞാണ്ട് ഈ അണ്ണൻ ചെയ്തു. അപ്പോൾ എന്നെ കൂട്ടാണ്ട് പോകണ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. കണ്ടോ ഫ്രണ്ട്സ്, തീരെ നന്മയില്ലാത്തതാണ്. കണ്ടോ, എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ ഞാൻ അവന് കുറച്ചൊക്കെ സമയം കൊടുത്തു വെയിറ്റ് ചെയ്യാൻ. ഞാനിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തു. ഈ നേരത്തെ അവൻ പറയുന്നുണ്ട് എന്താണ് തിരിച്ചു വരല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ നേരത്ത്. അപ്പോൾ അവൻ ബാക്കിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓക്കെ അവൻ വരുന്നുണ്ട്. അപ്പോൾ ഈ നേരത്ത് അവൻ എന്നെ എന്താ പറയുക, അവനവിടെ തിരിച്ചിട്ടൊക്കെ പോയി. അപ്പം ഞാനും തിരിച്ചു. അപ്പോൾ ഞാൻ അവനെ കണ്ടു. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചില്ല. അപ്പോൾ അവൻ തിരിച്ചു, ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞ ഈ മോഡിലിടെ. അപ്പോൾ ആ മോഡിലിട്ടിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഈ നേരത്ത് ഞാൻ എന്താ പറയുക, യെസ് മോഡ് മാറ്റി പ്രോ ഡ്രിഫ്റ്റിലേക്ക് ആക്കി. അപ്പോൾ എന്നോട് അറിയാണ്ടാണ് ഇത് മാറ്റിയത്. അപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഇതാണ് ഇത്. ഞാൻ പറഞ്ഞ മോഡിൽ ഇടണമെങ്കിൽ നേരെ വായിച്ചപ്പോൾ ഇപ്പം എന്നെയും അടിച്ച് തീർപ്പിച്ചിട്ട് അങ്ങ് നേരെ പോയി. ഇതാണ് ഈ നന്മയില്ലാത്ത വളം. ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കിട്ടിയ സമയത്ത് അങ്ങ് ഇതാക്കി ഓവർടേക്ക്. ഇപ്പോഴാണ് രസം. ഞാനിങ്ങോട്ട് ഇരിക്കുമ്പോൾ ഏട്ടനിങ്ങോട്ടോ, ഞാൻ പിന്നെ ഇരിക്കുമ്പോൾ അതാണ് സംഭവം. ലാസ്റ്റ് ഞാൻ തന്നെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് പണ്ടത്തെ പോലെ തന്നെ ആയി. അപ്പോൾ എന്നോട് കടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് വെയിറ്റ് ചെയ്യാനെല്ലാം പറയുന്നുണ്ട്. അതായത് ഞാൻ വെയിറ്റ് ചെയ്യാണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ ഞാൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് വൈറ്റാക്കാണ്ട് നേരെ ഇതായി. അപ്പോൾ അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയി. അപ്പോൾ അവൻ ഇപ്പോൾ പറഞ്ഞത് ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ നേരത്ത് ഭയങ്കര സ്പീഡിലാണ് പോണത്. ഇടയ്ക്കിടയ്ക്ക് ഡ്രിഫ്റ്റൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്ത് ഇങ്ങനെ ഡ്രിഫ്റ്റൊക്കെ ആക്കി. ഈ നേരത്ത് തന്നെ ഞാനവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ അവിടെ എന്തോ സ്റ്റക്കായി തോന്നുന്നു. അവൻ അവിടെ ഇടിച്ചിട്ടുണ്ട്. അവൻ വന്നു. ഓക്കെ. അപ്പോൾ നമ്മളെ ചൈനീസിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ അവിടെ കുത്തിയിട്ട് ബോർഡ് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം അടുത്തതായി. അപ്പോൾ വളക്കുന്നതിൽ ചെറിയ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ലേഖടിച്ചതാണ് ഫ്രണ്ട്സ് അത്. യെസ്. അപ്പോൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ അവൻ്റെ സൈഡിൽ നിർത്താൻ പോവാണ്. അവൻ എന്തോ സംസാരിച്ചിരിക്കുന്നത് തോന്നുന്നു, നേരത്തെ അറിയില്ല. അപ്പോൾ ഞാൻ അവൻ്റെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇപ്പോൾ കയ്യിൽ തോന്നുന്നു, അറിയില്ല. അപ്പോൾ യെസ്, അവൻ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ബാക്ക് ടു ഡ്രിഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് വന്നു. യെസ്, എൻ്റെ അനിയനെ കുറച്ച് തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൂക്ക് വലിക്കുന്ന ഒരു ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അതൊന്നും നിങ്ങളൊന്നും ആക്കണ്ട, നിങ്ങൾക്കും വരുന്നും. അന്നേരം നിങ്ങൾ മനസ്സിലായിക്കോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തരാം. അപ്പോൾ നമ്മളിതാ ചൈനീസിൽ എഴുതിയ സ്ഥലത്ത് ഇവിടെ നമുക്ക് നന്നായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാം. ഭയങ്കര സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുറേ നേരം ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും. അതാണ്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തരാം. അപ്പോൾ എൻ്റെ വക ഒരു ചെറിയൊരു ബ്രേക്ക്.
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം എത്തിയിരിക്കണ്. അപ്പോൾ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ നല്ല ഇതാണ് നമ്മൾ അണ്ണ കഴിഞ്ഞ് സ്റ്റിയറിങ്ങിൻ്റെ ഇത് മാറ്റിന്. അതുകൊണ്ട് സ്റ്റിയറിങ് ഇങ്ങനെ കറക്കിയിട്ട് വെച്ചിട്ടാകുമ്പോൾ അത് ഡ്രിഫ്റ്റായി പോയിട്ടാണ്. പക്ഷേ എൻ്റെത് ഞാൻ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആരുടെ കാറാണ് ഏറ്റവും രസമുള്ളതെന്ന്. എൻ്റെ കാറാണോ അല്ലെങ്കിൽ നമ്മളെ പ്രണതിൻ്റെ ആണോ? അപ്പോൾ ഞാനിപ്പോൾ പ്രണതിനെ എടുക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാ കാറ് രസമുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ഈ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഡ്രിഫ്റ്റ് ചെയ്തു. അപ്പോൾ എത്രത്തോളം ഡ്രിഫ്റ്റ് ചെയ്യുന്നു അത്രത്തോളം പൈസ കൂടും എന്നാണ് ഇതിലത്തെ റൂള്. അപ്പോൾ നമ്മളെ റിയൽ ലൈഫിൽ ചെയ്തില്ലെങ്കിൽ പൈസ പോവുകയാണ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. നമ്മൾ ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്തതിന് പൈസ കൂടും, അവിടെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റിയൽ ലൈഫിൽ ഡ്രിഫ്റ്റ് ചെയ്തെങ്കിൽ പൈസ കുറയും. എന്നല്ല ഓരോ ഗെയിമിൻ്റെ പ്രത്യേകത. അതെ. അപ്പോൾ ഈ നേരത്ത് അവനെവിടെയാ ഞാനെവിടെയാ എനിക്ക് കാണില്ല. അപ്പോൾ സോറി, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നേരത്ത് നമ്മൾ രണ്ടാളെന്തോ സംസാരിക്കാൻ തോന്നുന്നു. ആ നേരത്ത് അതെ ആയിരിക്കും. അവൻ എന്തോ മോഡ് മാറ്റുക എന്തോ ചെയ്യണത്. അപ്പോൾ നേരത്തെ അവൻ പറഞ്ഞ പോലെ തന്നെ കമൻ്റ് അടിക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ കമൻ്റ് അടിക്കാൻ മറന്നു പോകരുത്. അതന്നെ. അപ്പോൾ നമ്മളെ ഇവിടെ കൊണ്ടുപോയി അടിക്കും. ഇനി ബോർഡർ ഉണ്ട്. അപ്പം ബോർഡർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബോർഡറാണ്. ഇങ്ങോട്ട് പോയാൽ ചൈന, അങ്ങോട്ട് പോയാൽ പിടിയോ അങ്ങനെ ഫ്ലാഗെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ ബോർഡർ. അല്ലെങ്കിൽ ബോർഡർ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഒരിക്കൽ ഞാനങ്ങ് തെറിച്ചിട്ട് പോയിനി, അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ നേരെ പോയാൽ അടിയും. അപ്പോൾ ഇടക്ക് ഡ്രിഫ്റ്റ് ചെയ്യുക. പക്ഷെ അധികം ഡ്രിഫ്റ്റ് ചെയ്താൽ നമ്മൾ അവിടെ കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്, ആ കണ്ടെയ്നറിൽ കൊണ്ടുപോയി അടിയും. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അനിയൻ്റെ ഒരു ഭയങ്കര മാസമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിർത്തിയത്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു ലൈക്ക് തരേണ്ടതാണ്. അപ്പോൾ അതിനൊരു ലൈക്ക് അടിക്കുക നിങ്ങൾ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ കുറേ നേരമായിട്ട് കേൾക്കുന്നുണ്ടാവും അപ്പം എന്ന്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ഇത് നായികർ ഇതാണ്. അപ്പോൾ നമ്മൾ ഇതാണ്, അവിടെ ഒരു ടവർ ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിന്. അങ്ങോട്ട് ഞാൻ ഒരിക്കൽ പോയിന്. നമ്മൾ പോയാൽ തന്നെ ഞാൻ ഷോക്ക് അടിച്ചു, റീസ്പോണായി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റീസ്പോണിൻ്റെ സ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വരുക ചെയ്തേ. ആ സമയം ആണ് ഈ അണ്ണൻ ഡ്രിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അണ്ണൻ പിന്നെയും മോഡ് മാറ്റി, അതേപോലെ ഞാനും പിന്നെയും മോഡ് മാറ്റി ആദ്യം കളിച്ചു. അപ്പോൾ ഞാൻ പറയണതിനും എടുക്കാം കേട്ടോ. നേരത്തെ മോഡ് മാറ്റിയത് അത് എൻ്റെ അനിയൻ പറഞ്ഞിട്ടാണ്. അതായത് സ്പീഡ് കൂട്ടാനല്ല, സോറി, പൈസ കൂട്ടാൻ വേണ്ടിയിട്ടൊരു മോഡ് പറഞ്ഞതാണ്. നല്ല മോഡാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഇതാണ് ഇത് കാണാൻ. ഇതാണെങ്കിൽ ഒരു പ്രാവശ്യം തിരിച്ചിട്ട് സ്റ്റിയറിങ് വിട്ട് ആക്സിലേറ്റർ അമർത്തി പിടിച്ചാൽ ഇങ്ങനെ സ്കിഡായിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അതെ. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് നേരം കാണേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടോ കുഴപ്പമില്ല. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഞാൻ നൈസായിട്ട് ആ സമയം അവിടെ വിളിച്ചു തരുന്നുണ്ട്. അപ്പോൾ നേരെ അണ്ണൻ 360 പോലെ വളച്ചിട്ട് വലിയ സർക്കിള് ആക്കിയിട്ടുണ്ട്. 360 അല്ല, 360 കാണുമല്ലോ. ഇത് റൗണ്ടിൻ്റെ വലിയതാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പോൾ അതുവരെ ഞാനാക്കി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇതായിട്ടില്ല. ഇതാണ് സംഭവിച്ചത്. ഫ്രണ്ട്സ് വേഷം കൊണ്ട്. അപ്പോൾ അടുത്തതായി ഞാൻ നമ്പർ പ്ലേറ്റിന് എടുക്കുന്നത് ഈ സാധനം പോകുന്നുണ്ട്. ഇലക്ട്രിക്കാണ് എല്ലോ. ഞാൻ
ഇതിൻ്റെ ഈ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിളാണ്, എൻ്റെ സിംഗിളാണ്. എൻ്റെ ബ്ലൂ കളർ ഫയറാണ് പോയത്. ഇതേറെ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്താണ് 2 കാറും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരു ടയർ 4 ടയർ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇത് കഴിഞ്ഞു, ഈ ഗെയിം പ്ലേ കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒരു എഴുതി കാണിക്കുന്നുണ്ട് ചാറ്റ് ബോക്സിൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഗെയിം പ്ലേ വീഡിയോ വെച്ച് അടുത്ത ഇതിലാണ് കാണുക. പൊട്ടാട്ട എൻ്റെ വക. അപ്പോൾ ഗൈസ്, അപ്പോൾ അവൻ്റെ ഒരു ഇതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി സ്ക്രീൻ റെക്കോർഡർ ഓഫ് ആക്കാൻ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ശരി. അപ്പോൾ നിങ്ങൾ ആ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗെയിം എല്ലാവരും കളിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കമന്റ്. അപ്പോൾ ഞാൻ ഇവിടെ നേച്ചർ അങ്ങനെ ആയിട്ട് ഫുൾ സൗണ്ടല്ലേ ഉള്ളിലൊക്കെ. അപ്പോൾ ശരി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വകയും ഇവന്റെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.